എന്ന് പറയാൻ പോലും മാപ്പയ്ക്കും ഉമ്മയ്ക്കും ധൈര്യമില്ലാത്ത വിധം മക്കളുടെ സ്വഭാവങ്ങളിൽ ശൗര്യവും ഈർഷ്യതയും വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് വിശുദ്ധ ഖുർആനിന്റെ ഈ പരാമർശങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കണ്ടയോ? ഇതല്ലാഹു നിശ്ചയിച്ച സംവിധാനമാണ്, ഇത് റബ്ബിന്റെ രീതിയാണ്. ഇവിടെ ആദം അലൈഹിസ്സലാമെന്നും ഹവ്വ ബീബിയും എന്ന് പറയുന്ന ഒരു ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നുമാണ് മനുഷ്യരെ നിങ്ങളെ എല്ലാം ഞാൻ സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞ റബ്ബാണ് നമ്മുടെ റബ്ബ്. ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മാതാപിതാക്കളുടെ മുമ്പിൽ കാരുണ്യത്തിന്റെ വിനയത്തിന്റെ ചിറക് നിങ്ങൾ താഴ്ത്തിക്കൊടുക്കണേ. കൂട്ടുകാരുടെ മുമ്പിൽ എന്ത് പറഞ്ഞു? ചിറക് താഴ്ത്തിക്കൊടുക്കണേ. ഖുർആന്റെ ഒരു പ്രയോഗമാണ്, ഞാൻ ആയത്ത് പറയാം. കൂട്ടുകാരുടെ മുമ്പിൽ, അസ്ഹാബിന്റെ മുമ്പിൽ, നിങ്ങളുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ അഹങ്കാരം നടിക്കരുത്. അങ്ങനെ നമ്മളൊരു വലിയ ആളാണ്, ബാക്കിയുള്ളവരൊക്കെ മോശക്കാരാണ്, ഞാൻ പഠിച്ച് ഡിഗ്രി ഒക്കെ ഉള്ള ആളാണ്, നീ നാട്ടിലൂടെ നടന്ന 4ാം ക്ലാസ്സും കുസ്തിയല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നൊരു അഹങ്കാരം ഒരു കൂട്ടുകാരനോട് കാണിക്കരുത്. ചിലതൊക്കെ ചില നിയോഗങ്ങളാണ്, അള്ളാഹുവിൻ്റെ ചില രീതിയുണ്ട്. ലോകത്ത് ഒരു നാട്ടിലെല്ലാം, ഇപ്പോൾ കള്ളാറിലെല്ലാവരും ഡോക്ടേഴ്സും എഞ്ചിനീയേഴ്സും ആണെന്ന് വിചാരിക്കുക. ഇവിടെ വേറെ പല പണിയും ചെയ്യാൻ ആൾ വേണ്ടേ? ആര് ചെയ്യതൊക്കെ? ചില ആളുകൾക്ക് അള്ളാഹു ചില നിയോഗങ്ങൾ കൊടുക്കുകയാണ്. എല്ലാവരും വിചാരിച്ച പോലെ ആവില്ല. അതുകൊണ്ട് വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ അറിവുണ്ട്, ലോകപരിചയമുണ്ട്, പൈസയുണ്ട് എന്ന് പറഞ്ഞിട്ടൊന്നും ആരോടും ഒരു അഹങ്കാരവും കാണിക്കാൻ പാടുള്ളതുമല്ല. ഖുർആൻ പറയുന്നത് നോക്കണേ, വഖ്ഫിദ് ജനാഹക ലിമൻ ഇത്തബഅക മിനൽ മുഅ്മിനീൻ. പുന്നാര നബിയേ, വിശ്വസിച്ചവരായ മുസ്ലിമീങ്ങളായ അനുയായികളായ അങ്ങയുടെ സഹോദരങ്ങൾക്ക് നബിയെ അങ്ങയുടെ ചിറക് താഴ്ത്തിക്കൊടുക്കണം. ചിറക് താഴ്ത്തിക്കൊടുക്കണം, അതൊരു വിനയമാണ്. പറക്കുന്ന സാധനാണത്. പറക്കുന്നില്ല, താഴെയാണ്, ഞാൻ മണ്ണിലാണ്, ഞാൻ ആരുടെയൊക്കെയോ മേലെ പറക്കല്ല, ഞാൻ താഴെ തന്നെയാണ് എന്ന് നബിയെ അങ്ങയുടെ സ്വഹാബികളോട് അങ്ങ് ചിറക് താഴ്ത്തേണമേ. തങ്ങളത് താഴ്ത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറഞ്ഞുതരാണത്. ചിറക് താഴ്ത്തണേന്നേ പറഞ്ഞുള്ളൂ. മാതാപിതാക്കളുടെ വിഷയത്തിൽ എന്താ പറഞ്ഞെന്നറിയോ? വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി. ജനാഹ് എന്ന് മാത്രം പറഞ്ഞു. ജനാഹക, കൂട്ടുകാരോട് ചിറക് താഴ്ത്തണം. മാതാപിതാക്കളുടെ മുമ്പിലോ നിന്ദ്യമായ നിസ്സാരമായ നിന്ദ്യതയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ, വിനയത്തിന്റെയും സ്നേഹത്തിന്റെയും ചിറകുകൾ, നീ നിസ്സാരനാണ് എന്ന മട്ടിൽ നിന്റെ ചിറകുകൾ മാതാപിതാക്കളുടെ മുമ്പിൽ നിങ്ങൾ താഴ്ത്തിവെക്കണമേ. വഖ്ഫിദ് ലഹുമാ ജനാഹദ്ദുല്ലി മിനർ റഹ്മ വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, കൊച്ചുനാളിൽ എന്നെ പോറ്റി വളർത്തിയതുപോലെ എൻ്റെ മാതാവിനോടും പിതാവിനോടും റബ്ബേ നീ കരുണ കാണിക്കണമേ എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യണേ നബിയെ, അനുയായികളോട് പഠിപ്പിച്ചു കൊടുക്കണേ എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് ഖുർആൻ. സൂറത്തുൽ ഇസ്രാ. നിസ്സാരതയുടെ ചിറക്, നിന്ദ്യതയുടെ ചിറക്. മക്കളൊക്കെ നല്ല ഇംഗ്ലീഷ് പറയും. ഇപ്പോൾ യൂട്യൂബിലൊക്കെ കാണുന്ന ഫുള്ള് സായിപ്പന്മാരുടെ ഇംഗ്ലീഷല്ലേ. വാപ്പമാരൊരു പക്ഷേ ABCD അറിയാത്തവരായിരിക്കാം, അവർക്ക് അങ്ങനെയൊന്നും അല്ലാണ്ട് പഠിക്കാൻ പറ്റിയില്ലായിരിക്കാം. സിബ്ലിങ്സ് സംസാരിക്കുമ്പോഴേ അവർ പല ജോക്കും പല തമാശയും പറയും. പക്ഷെ അതൊന്നും ഒരുപക്ഷെ ക്യാച്ച് ചെയ്യാൻ മാതാപിതാക്കൾക്ക് അത്ര അറിവുണ്ടാവില്ല. അപ്പോൾ സ്വന്തം വാപ്പയെ കാണുമ്പോഴേ വാപ്പയല്ല എന്ന് പറയേണ്ടി വരും. ഉമ്മക്ക് ഒരു തരി ഇംഗ്ലീഷ് അറിയില്ല. അപ്പോൾ മക്കളെന്നെ പറയും, ഉമ്മ പാരൻസ് ഈവനിങ്ങിൻ്റെ റിപ്പോർട്ട് കാർഡ് തരുന്ന ദിവസമാണ്, പക്ഷെ നിങ്ങൾ വരണ്ട കേട്ടോ, ഞാൻ എത്താതെ കൂട്ടി പോയിക്കോളാം. എന്തിനാ? താത്തക്ക് ഇംഗ്ലീഷ് അറിയുമല്ലോ, ഉമ്മക്കത് അറിയില്ലല്ലോ, അപ്പോൾ ടീച്ചർ മുമ്പിൽ കുറവായി പോണ്ടാന്ന് എന്ന് മക്കൾ പറയുന്ന ഒരു കാലമാണിത്. അങ്ങനെയാണെങ്കിലും സത്യസന്ധമായി ടീച്ചർ പറയുന്നത് ഉമ്മക്ക് തർജ്ജമ ചെയ്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ, ടീച്ചർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതെങ്കിൽ അത് തർജ്ജമ ചെയ്ത് കൊടുക്കണം മക്കൾ ഉമ്മയ്ക്കും ഉപ്പയ്ക്കും. ആ ഉമ്മക്കും ഉപ്പക്കും ഒരു നിമിഷം പോലും തോന്നിപ്പോകരുത് എൻ്റെ മക്കൾക്ക് ഞാനൊരു പോരാത്തവനായി മാറിയല്ലോ എന്ന് തോന്നാൻ ഇടവരുത്തരുത്.
ഇത് പഠിപ്പിക്കുകയാണ്. ഇതൊന്നും സ്കൂളിൽ പോയാൽ കിട്ടൂല. ഈ പഠനം നിങ്ങൾക്ക് കോളേജിൽ കിട്ടൂല. ഞാനീ പറയുന്ന ആശയം ഒരു സിലബസിലും നമുക്ക് പഠിക്കാൻ കഴിയില്ല, ഇസ്ലാമിക സിലബസിലൊഴികെ, മതങ്ങളുടെ സിലബസിലൊഴികെ. ശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണിത്. നിങ്ങളുടെ കരുണയുടെയും നിസ്സാരതയുടെയും ചിറകുകൾ നിങ്ങൾ താഴ്ത്തിവെക്കേണ്ടത് ഉമ്മയുടെയും ഉപ്പയുടെയും മുമ്പിലാണ്. ഇത്ര മനോഹരമാണ് ആ പ്രയോഗം. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ. ഇഷ്ടമായില്ല എന്ന ഒരു, ഇഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങൾ പറയുന്നത് എന്ന് ധ്വനിപ്പിക്കുന്ന ഒരു ശബ്ദം, അതാണ് അറബിയിൽ ഉഫ് എന്ന് പറയുന്നത്. നമ്മൾ മലയാളത്തിൽ ഉഫ് എന്നും പറയാറില്ല. നമ്മൾ എന്താ ഇത് ഛേ എന്ന വാക്ക് പോലും അങ്ങനെ മദ്രസയിൽ പഠിപ്പിക്കുക അല്ലേ? ഛേ എന്ന് അങ്ങനെ പറയാറുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരു വെറുപ്പ് അറിയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്വരം, അത്രേ ഇതിനർത്ഥമുള്ളൂ. അതുപോലും നിന്റെ മാതാപിതാക്കളോട് പറഞ്ഞു പോകല്ലേ. വലാ തൻഹറുഹുമാ, നിന്റെ വീട്ടിൽ നിന്ന് അവരെ ഇറക്കി വിടരുതേ. ഒരാഗ്രഹം പറഞ്ഞു വരുമ്പോ അത് സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരിക്കെ ചെയ്യാതിരിക്കരുതേ. വഖുൽ ലഹുമാ ഖൗലൻ കരീമാ, സോഫ്റ്റായ മൃദുലമായ കരുണയുടെ വാക്കുകളാണ് നിന്റെ മാതാപിതാക്കളോട് പറയേണ്ടത്. നോക്കണം, ഒതുടുക്കൽ എങ്ങനെയാന്ന് ഖുർആൻ വിശദീകരിച്ചോ എന്ന് ചോദിച്ചാൽ വിശദീകരിച്ചിട്ടില്ല. നിസ്കാരം എങ്ങനെയാ ഖുർആൻ വിശദീകരിച്ചോ? അത് ഹദീസ് പറഞ്ഞുതരും വ്യക്തമായിട്ട്. സക്കാത്ത് കൊടുക്കണമെന്നേ പറയൂ, അത് എത്രയാ കൊടുക്കേണ്ടത് അത് ഹദീസിൽ തങ്ങളെ പറഞ്ഞുതരാ സുള്ളത്. ഹജ്ജ് ചെയ്യണമെന്നേ പറയുള്ളൂ, ഹജ്ജിന്റെ ഫർളുകൾ എങ്ങനെയാണ്, അതിന്റെ രീതി ഏതാ, അത് തങ്ങളാ പറഞ്ഞുതരാ സുല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ മാതാപിതാക്കളോട് എങ്ങനെയാ പെരുമാറേണ്ടത് എന്ന് എത്ര ആയത്തുകളിലാ ഖുർആൻ ചർച്ച ചെയ്തത്. ये फैज़ान नज़र था या मकतब की करामत थी, सिखाया किसने इस्माइल को आदाब फर्जंदी. सയ്യിദുനാ ഇസ്മാഈൽ ഇബ്നു ഇബ്രാഹിം അലൈഹിമുസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പൊന്നുമോൻ, ഹാജർ ബീവിക്ക് ജനിച്ച മോൻ ഇസ്മായിൽ അലൈഹിസ്സലാമിനോട് ഒരു പിതാവായ എൻ്റെ ഉപ്പയായ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞ ഒരു നേരം ഓർക്കണേ മോനെ, നിന്നെ അള്ളാഹുവിന് വേണ്ടി ഞാൻ സാക്രിഫൈസ് ചെയ്യുന്നതായി കാണുന്നു മോനെ. അള്ളാഹു ഇത് ചെയ്യാൻ പറയോ? ഒരു മനുഷ്യനെ അറുക്കണമെന്ന് അള്ളാഹു പറയോ? പറയില്ല. പക്ഷേ എന്നോട് അങ്ങനെയാണ് ചെയ്യാൻ പറയുന്നത്. അതുകൊണ്ട് മോനെ, നമുക്ക് അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ചല്ലേ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ നാവിൽ നിന്ന് വന്ന മറുപടി ഖുർആൻ സൂറത്തു സ്വാഫാത്തിൽ പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. പിതാവിനോട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അള്ളാഹു അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഉപ്പ, ആ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തോളൂ, മകനായ ഞാൻ അതിന് തയ്യാറാണ്. എന്നിൽ നിന്ന് അങ്ങേക്ക് ഉപദ്രവമുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാവുകയില്ലെന്ന് പറഞ്ഞ മഹാനായ നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹിസ്സലാം. എന്താണ് ആ ബന്ധം? പിതാവിൻ്റെയും മോൻ്റെയും ബന്ധം എന്താണ്? നിന്നെ അറുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ആയിക്കോട്ടപ്പാ, ഞാനത് നിന്നു തരാം എന്ന് പറഞ്ഞ മോനാണത് ഇബ്രാഹിം ഇസ്മായിൽ അലൈഹിസ്സലാം. എവിടുന്നാണാവോ ഇസ്മായിൽ നബിക്ക് ഇങ്ങനൊരു അനുസരണ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിക്കുകയാണ് കവി. ഇത് ദിവ്യ കടാക്ഷത്തിന്റെ ഫലമായിരുന്നോ? പടച്ചതമ്പുരാന്റെ ഒരു തിരുനോട്ടമായിരുന്നുവോ? കാരണം
സിഖായാ കിസ്നെ ഇസ്മാഈൽ കോ ആദാബ് ഫർസന്ദി. ആരാണ് ഇസ്മായിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തത്? ഒരു വാപ്പയോട് മകൻ എങ്ങനെ പെരുമാറണമെന്ന് ആരാണാവോ പഠിപ്പിച്ചത്? ഇത് ദിവ്യ കടാക്ഷമായിരുന്നുവോ? അല്ല ഇസ്മായിൽ നബി പോയി പഠിച്ച മദ്രസയുടെ മേന്മയാണോ? മക്തബിക്ക് കറാമത്ത്. മക്തബ് എന്ന് പറഞ്ഞാൽ മദ്രസക്കാണ് മക്തബ് എന്ന് പറയാം. കേരളം വിട്ടാൽ പിന്നെ നമ്മുടെ മദ്രസക്കൊക്കെ മക്തബ് എന്നാ പറയാം. അവിടെ മദ്രസ എന്ന് പറഞ്ഞാൽ വലിയ അറബി കോളേജിനാണ് മദ്രസ എന്ന് പറയാം. കേരളം വിട്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. മക്തബ് എന്ന് പറഞ്ഞാൽ കൊച്ചുകുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം. ഉമ്മയുടെ കൂടെ നിസ്കാരപ്പടവുമായി നടന്നിരുന്ന മഹാനായ സ്വഹാബി മുഹമ്മദ് ബിൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല തങ്ങളുടെ മോൻ മുഹമ്മദ് ബിൻ ത്വൽഹ എന്ന താബിഈ എപ്പോഴും ഉമ്മയുടെ കൂടെ ഉമ്മയുടെ നിസ്കാരപ്പായ കയ്യിൽ പിടിച്ചാണ് യാത്രയിലുടനീളം. ഉമ്മാക്ക് നിസ്കരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്താൽ മഹാനവറുകൾ പള്ളിയുടെ അകത്തേക്ക് കയറി ചെല്ലും. എന്നിട്ട് അവിടെ നിന്ന് നിസ്കരിക്കും. മഹാനവറുകൾ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങുന്നതും തൻ്റെ പ്രിയപ്പെട്ട മാതാവിന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടാണ്. സുജൂദിൽ ധാരാളം കടന്നിരുന്ന മോനാണത്. തൻ്റെ പിതാവായ ത്വൽഹ റളിയല്ലാഹു അൻഹു ഒരുപാട് സുന്നത്ത് നിസ്കരിച്ചിരുന്ന മഹാനാണ്. അതുകൊണ്ട് മുഹമ്മദ് സജ്ജാദ്, സുജൂദ് ഏറെ ചെയ്തിരുന്ന മുഹമ്മദ് എന്ന പേരിലാണ് മുഹമ്മദ് ബിൻ ത്വൽഹത്ത് ബിൻ ഉബൈദില്ല തങ്ങൾ അറിയപ്പെടുന്നത്. എത്രമേൽ നന്മ ചെയ്ത ഒരു പിതാവ്, ഒരു മകൻ. അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ എന്നവരുണ്ട്. മാതൃകാ ഉപ്പയും മകനും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകനുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ. എന്തൊരു വലിയ മാതൃകയാണ് അത്. അംർ ഇബ്നുൽ ആസ് എന്നവരുടെ മകൻ അബ്ദുല്ലാഹി ഇബ്നു അംർ. സഅദ് ഇബ്നു ഉബാദ തങ്ങളുടെ മകൻ ഖൈസ് ഇബ്നു സഅദ് ഇബ്നു ഉബാദ. അലി റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് മക്കൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്നവരുടെ പിതാവ് അബ്ബാസ് തങ്ങള്. വാപ്പയാണ് അബ്ബാസ് എന്നവര്, മകനാണ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ്. സ്വഹാബികളിലെ മാതൃകാ പിതാക്കന്മാരും മാതൃകാ മക്കളുമാണവർ. അമ്പിയാക്കന്മാരെ കുറിച്ച് ഖുർആൻ പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് അലൈഹിസ്സലാം. ദുർരിയതം ബഅദുഹാ മിൻ ബഅദ്. എല്ലാം മനോഹരമായ മാതൃക കാണിച്ചു പോയ മഹാപുരുഷന്മാർ. അങ്ങനെ എവിടെ കിട്ടാനാണ്? മക്കൾക്ക് നല്ലൊരു വാപ്പയെ കാണാനുണ്ടോ? നല്ല മാതൃകകൾ ഇന്ന് ലോകത്ത് കാണാനുണ്ടോ? ഈ ടിക്ടോക്കിലും നമ്മുടെ യൂട്യൂബിലും ഷോർട്ടുകളിലും നമ്മുടെ ഇൻസ്റ്റഗ്രാമിലും എന്തൊക്കെ കോപ്രായത്തരങ്ങൾ മനുഷ്യന്മാർ കാണിച്ചോളൂ. ഇതല്ലേ മക്കൾ കാണുന്നത്? മാതൃ ബന്ധങ്ങൾക്ക് അവിടെ വിലയുണ്ടോ? എന്തൊക്കെയോ ആരൊക്കെയോ റെക്കോർഡ് ചെയ്ത് വിടുന്നു, അതങ്ങനെ തുറന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. സമയം കൊന്നുകൊണ്ടിരിക്കുകയാണ്. മാതൃകാ ഉമ്മമാർ, മാതൃകാ ഉപ്പമാർ, മാതൃകാ മക്കൾ. വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന മനോഹരമായ സംസ്കാരമാണത്. ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ഒരു മഹാനെ കേട്ടിട്ടുണ്ടോ? ഉവൈസുൽ ഖർനിയെ സംബന്ധിച്ച് ഖൈറുത് താബിഈന ഉവൈസ്, താബിഈങ്ങളുടെ ആ ഒരു തലമുറയിലെ ഏറ്റവും ഖൈറായ മഹാനാണ് ഉവൈസ് ഇബ്നു ആമിർ എന്ന് പറയുന്ന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഇവതങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് യമനിൽ ജീവിച്ചിരിപ്പുണ്ട്. എന്നാൽ ഹബീബിനെ വന്ന് കാണാൻ കഴിയാത്തതുകൊണ്ട്, തങ്ങളുടെ സദസ്സിൽ വന്നിരിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രം സ്വഹാബിയാവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് താബിഈന പറയാം. ഖൈറുത് താബിഈൻ, താബിഈങ്ങളിലെ ഖൈറായ നേതാവാണ് ഉവൈസുൽ ഖർനി. എന്തുകൊണ്ടാണ് സ്ഥാനം കിട്ടാൻ കാരണം എന്നറിയോ? ദുആ ചെയ്താൽ ഉത്തരമായിരുന്നു. ദുആ ചെയ്താൽ ഉത്തരമാണ്. മുസ്തജാബുദ് ദഅവയാണ്. യഅതി അലൈക്കും ഉവൈസ് ഇബ്നു ആമിർ മഅ അംദാദിൽ യമൻ മിൻ മുറാദിൻ മിൻ ഖർനിൻ. മുറാദ് ഖബീലയിൽ നിന്ന്, ഉപകബീലയിൽ നിന്ന്, ഖർൻ എന്ന് പറയുന്ന വലിയൊരു ട്രൈബിൽ നിന്ന് യമനിന്റെ നിവേദക സംഘത്തോടുകൂടെ
മദീനയിലേക്ക് കടന്നു വരാനിടയുണ്ട്. മുറാദിൽ നിന്ന്, ഖർനിൽ നിന്ന് മഹാനായ ഉവൈസ് ഇബ്നു ആമിർ എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശരീരത്തിൽ വെള്ളപ്പാണ്ട് രോഗമുണ്ടായിരുന്നത്രേ. ഫബരിഅ മിൻഹു, അത് അല്ലാഹു ശിഫയാക്കി കൊടുത്തു. അല്ലാഹു അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ എത്ര മരുന്ന് കഴിച്ചാലും എത്ര ഓയിൽമെന്റ് തേച്ചാലും എന്ത് മരുന്നെടുത്താലും മാറണമെന്നില്ല. അല്ലാഹുവിനോട് ഒരുപക്ഷെ മനമുരുകി ദുആ ചെയ്താൽ അതും ഒരു കാരണമാണ്. വരുന്ന പോലെ തന്നെ അല്ലാഹുവിനോടുള്ള ദുആ അതിലും വലിയൊരു കാരണമാണ്. ഫബരിഅ മിൻഹു, പുണ്യ നബിയാണ് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ മഹാന നബി തങ്ങൾ കണ്ടിട്ടില്ല, ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ തങ്ങൾ പറഞ്ഞു കാന ബിഹി ബറസുൻ ഫബരിഅ മിൻഹു ഇല്ലാ മൗളിഅ ദിർഹമിൻ, ഒരു നാണയത്തിന്റെ അത്ര എവിടെയോ ശരീരത്തിൽ ബാക്കിയുണ്ട്, ബാക്കി എല്ലാ വെള്ളപ്പാണ്ടും മാറി സുഖമായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു മഹാന് വരും. ലഹു വാലിദത്തുൻ ഹുവ ബിഹാ ബർറുൻ, യമനിൽ കിടക്കുന്ന, യമനിയായ മക്കയിൽ നിന്നും വീണ്ടും 1000ഓളം കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു നാട്ടിൽ കിടക്കുന്ന മഹാനെ കുറിച്ച് വഹയിന്റെ വെളിച്ചത്തിൽ, ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന ദിവ്യബോധനത്തിന്റെ വെളിച്ചത്തിൽ പുന്നാര നബി തങ്ങൾ പറയുന്നു, ഉവൈസുൽ ഖർനി എന്ന് പറയുന്ന ദുആക്കുത്തരമുള്ള മഹാൻ തന്റെ ഉമ്മാക്ക് സേവനം ചെയ്യുന്ന മോനാണ്. അവർക്ക് ഉമ്മയുണ്ട്. ഹുവ ബിഹാ ബർറുൻ ലൗ അഖ്സമ അലല്ലാഹി ലഅബറ, അല്ലാഹുവേ ഞാൻ നിന്നിൽ ആണയിട്ട് പറയുന്നു റബ്ബേ, ഇപ്പോൾ മഴ വേണം എന്ന് പറഞ്ഞാൽ മഴ പെയ്തിരിക്കും, മഴ വേണ്ട എന്ന് പറഞ്ഞാൽ അത് നിൽക്കും, ഇന്നത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ സംഭവിക്കും. ആര് പറയാ? പുണ്യ നബി തങ്ങൾ പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു മഹാനുണ്ട്. ഫഇനിസ്തതഅത അൻ യസ്തഗ്ഫിർ ലക അൻ യസ്തഗ്ഫിറ ലക ഫഫഅൽ. ഉമറേ, അദ്ദേഹത്തെ കാണാൻ ഇടയാകുമ്പോ നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞേക്കണം അവരോട്, എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഉമർ തങ്ങളോട് പറയാം, ഉമറേ നിങ്ങൾക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണേ എന്ന് അദ്ദേഹത്തോട് പറയണം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ടായിരിക്കും എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഉമർ തങ്ങൾ പിന്നെ അവരെ കണ്ടുപിടിച്ചു, വിളിച്ചു വരുത്തി, മക്കയിൽ വെച്ച് കണ്ടു. സ്വഹാബികളും കൂടെയുള്ള ആളുകളൊക്കെ ആ മഹാനോട് ദ്വാരിപ്പിച്ചു, ദുആ ചെയ്യണേ എന്ന് പറഞ്ഞു. ആരായി പറയണത്? സ്വഹാബിമാർ. ആരോട്? അവരുടെ ഗ്രേഡിനേക്കാൾ താഴത്തെ ഗ്രേഡാണ് താബിഈ. പക്ഷേ ഉമ്മാക്ക് സേവനം ചെയ്തിട്ട് ദുആക്കുത്തരം വാങ്ങിയ മഹാനാണ്. അതുകൊണ്ട് പുണ്യനബി പറഞ്ഞു ഖൈറുത് താബിഈന ഉവൈസ്, താബിഈങ്ങളിലെ ഏറ്റവും ഖൈറായ ആളാണ് ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഈ മാതൃകകളാണ് നമുക്ക് സ്വഹാബികളിൽ കാണുന്നത്, താബിഈങ്ങളിൽ കാണുന്നത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ നടന്നു പോകുമ്പോ ഒരു ആട്ടിടയനായ ഒരു കാട്ടറബി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പ്രായമുള്ളൊരു മനുഷ്യൻ. അബ്ദുല്ലാഹി ഇബ്നു ഉമർ എന്നവര് മക്കയിലാണ് കൂടുതൽ ജീവിച്ചത്. വലിയ പണ്ഡിതനാണ്. ആരുടെ മോനാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ. നല്ല തലപ്പാവുണ്ട്, മനോഹരമായ തലപ്പാവുണ്ട്. മഹാന്റെ വാഹനം അന്നൊരു ഹിമാറായിരുന്നു, ഒരു കഴുതയായിരുന്നു. അക്രമക്കുമുല്ലാഹ്, ഒരു കഴുതപ്പുറത്താണ് യാത്ര ചെയ്യുന്നത്. പല ഗ്രേഡ് വാഹനങ്ങൾ ഉണ്ടാവില്ലേ, മഹാന്റെ വാഹനം അതായിരുന്നു. മഹാനവറുകൾ ആ അറാബിയെ കണ്ടപ്പോൾ താഴെ ഇറങ്ങി തലപ്പാവ് കൊടുത്തു, ഈ കർഷകന്റെ തലയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ വാഹനം നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു. നിങ്ങൾ ബൈക്കുമേ പോവാ, നിങ്ങളുടെ സ്കൂട്ടിമേ ഒരാളെ കാണുന്നു, നിങ്ങളുടെ കയ്യിൽ തലപ്പാവോ തൊപ്പിയോ കൊടുക്കുന്നു, ആ വണ്ടി നിങ്ങളെടുത്തോളൂ, നാളെ രജിസ്ട്രേഷൻ ചെയ്തരട്ടോ എന്ന് പറയുന്നു. ഒരാളുടെ പേരിലാക്കി കൊടുക്കുക. ആർക്കായി ചെയ്തു കൊടുക്കുന്നത്? സ്വന്തം വാഹനം വഴിയിലൂടെ നടന്നു വന്ന ഒരു കാട്ടറബിയായ മനുഷ്യന് കൊടുത്തപ്പോൾ ആളുകൾ ചോദിച്ചു, അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, നിങ്ങളിപ്പോൾ വണ്ടിയൊക്കെ കൊടുത്ത് എന്താ പരിപാടി? നടന്നു പോകാനാണോ മക്കത്തേക്ക്? അതെ. ഇപ്പൊ തലയിൽ കേട്ടോ? അതൊന്നും വേണ്ട, ഞാൻ കൊടുത്തു. ആരാണിയാൾ? ഇപ്പൊ പറഞ്ഞു, കാനബൂഹു സ്വദീഖൻ ലിഉമർ. ആ മനുഷ്യന്റെ വാപ്പ, ഈ അറാബിയുടെ വാപ്പ എന്റെ വാപ്പയായ ഉമർ എന്നവരുടെ കൂട്ടുകാരനായിരുന്നു. എന്റെ ഉപ്പയുടെ ചങ്ങാതിയുടെ മകനാണിത്. എന്തുകൊണ്ടാ ഇബ്നു ഉമർ ചെയ്തെന്നറിയോ? റളിയല്ലാഹു അൻഹു, വാപ്പയായ ഉമർ റളിയല്ലാഹു അൻഹു മരിച്ചുപോയതിന് ശേഷം തന്റെ വാപ്പാക്കൊരു മകന് ചെയ്യാൻ കഴിയുന്ന ഗുണങ്ങളിൽ വലിയ ഒരു ഗുണം
തൻ്റെ വാപ്പയുടെ സൗഹൃദ ബന്ധങ്ങളെ സൂക്ഷിക്കലാണ്. വാപ്പയുടെ ചങ്ങാതിമാർ, അവരുടെ മക്കള്, അവരോട് സ്നേഹം കാണിച്ചാൽ അതിന്റെ കൂലി ആർക്ക് കിട്ടും? തന്റെ മരിച്ചുപോയ സ്വന്തം വാപ്പക്ക് ഗുണം കിട്ടുമെന്ന് ആര് പഠിപ്പിച്ചു? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ ബന്ധമാണ് മാതാപിതാക്കളുമായുള്ള ബന്ധം. അത് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാകുന്ന ബന്ധം പോലെയല്ല. ആളെ വരെ ID വരെ അറിയാതെയാണെന്ന് സ്നേഹപ്രകടനം. ആന്ധ്രയിൽ നിന്ന് വിശാഖപട്ടണം എന്നൊരു സാധു എറണാകുളത്ത് ട്രെയിൻ ഇറങ്ങി വന്ന് തിരിച്ചുപോയ കഥകൾ അറിഞ്ഞില്ലേ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് AI കാമുകിയെന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തതാ. കാണാൻ പൂതിയായിട്ടുണ്ട്. അഡ്രസ്സും പറഞ്ഞു കൊടുത്തു. കണ്ണൂരിൽ എവിടെയോ ആള് എറണാകുളത്ത് വന്ന് ട്രെയിൻ ഇറങ്ങി. അവിടുന്ന് പിന്നെ കണ്ണൂർക്ക് കയറാമെന്ന് വിചാരിച്ചാൽ നോക്കുമ്പോൾ ആ പെണ്ണുമില്ല, അങ്ങനത്തെ ഒരാൾ തന്നെ ഇല്ല. അത് AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചാറ്റ് ചെയ്തതാ. സാധു വിചാരിച്ച് കാമുകയാണ്. കല്യാണം കഴിക്കാൻ വേണ്ടി ഡ്രസ്സും പാക്കിലാക്കിയിട്ടാണ് വന്നത്. കഴിഞ്ഞ ആഴ്ച വായിച്ചിട്ടില്ല? ഇതൊക്കെയാ സൗഹൃദം. ആളെ കാണണ്ട, ആളറിയണ്ട, ഏതാ ഊര്, എന്താ സംസ്കാരം, ഒന്നുമില്ല. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അവിടെ വീണു. അതിലും ഏറ്റവും വലിയ ബന്ധം നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സൗഹൃദങ്ങളിലും അയൽപ്പക്കങ്ങളിലും അള്ളാഹു നിശ്ചയിച്ചതുണ്ടായിരിക്കെ അവരോടുള്ള കടപ്പാടുകളെല്ലാം മാറ്റിവെച്ച് ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ലോകത്ത് മാത്രം ഒതുങ്ങിക്കൂടുന്ന നമ്മുടെ പുതുതലമുറ അറിയണം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം എന്ന് മാത്രമല്ല, നാളെ പരലോകത്തേക്കുള്ള യാത്രയുടെ നമ്മുടെ പാഥേയമാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ രക്തബന്ധം, നമ്മുടെ റിലേറ്റീവ്സ്. അവരുമായുള്ള ബന്ധത്തെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. സൈനുൽ ആബിദീൻ എന്ന് പറയുന്ന ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ലോകം കണ്ട പ്രഗത്ഭനായ ആബിദ് തങ്ങളാണ്, മദീനക്കാരനാണ്. അലി സൈനുൽ ആബിദീൻ എന്നറിയപ്പെടുക. അലി ഇബ്നുൽ ഹുസൈൻ ഇബ്നുൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹും. അലി തങ്ങളുടെ മകൻ ഹുസൈൻ എന്നവര്, ഹുസൈൻ എന്നവരുടെ മകൻ അലിയാര്, ആ ഒരു അലി, അവരാണ് അലി സൈനുൽ ആബിദീൻ. മഹാനവറുകൾ മിൻ സാദാത്തി താബിഈൻ, താബിഈങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട മഹാനാണ്. കസീറുൽ ബിർരി ബി ഉമ്മിഹി, തന്റെ ഉമ്മയോട് ഉപ്പയോട് ഏറ്റവും വലിയ ഉപകാരം ചെയ്ത, നന്മ ചെയ്ത, ഗുണം ചെയ്ത മോനാണ് സൈനുൽ ആബിദീൻ തങ്ങള്. അപ്പൊ ആളുകൾ ചോദിച്ചു, ഉമ്മയോട് വലിയ സ്നേഹാണല്ലോ, പക്ഷെ നിങ്ങളും ഉമ്മയും എന്താ ഒരുമിച്ച് ഭക്ഷണം കഴിക്കാത്തത് എന്ന് ചോദിച്ചു. ഉമ്മയുടെ കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂല, അതെന്തേന്ന് ചോദിച്ചു. എന്താ മഹാൻ പറഞ്ഞ ഉത്തരം എന്നറിയോ? ആൾക്കാർ ചോദിച്ചു, നിങ്ങൾ ഇത്രക്ക് ഉമ്മയെ ഇഷ്ടമാണെങ്കിലും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ, എന്താ അതിന് കാരണം? അപ്പൊ മഹാൻ പറഞ്ഞു, ഞാനും ഉമ്മയും ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇരുന്നു എന്ന് സങ്കല്പിക്കുക. ആ ഭക്ഷണത്തിലെ എന്തെങ്കിലും വിശേഷപ്പെട്ടത് എൻ്റെ ഉമ്മയുടെ കണ്ണ് അതിലുണ്ടായിരിക്കെ ഉമ്മ തിന്നുന്നതിന് മുമ്പ് ഞാനത് എടുത്തു തിന്നാൽ എൻ്റെ ഉമ്മാക്ക് എന്തെങ്കിലും വിഷമാവൂലേ? അതുകൊണ്ടാണ് ഞാൻ കൂടെ ഇരിക്കാത്തത് എന്ന് പറഞ്ഞ താബിഈങ്ങളിൽപ്പെട്ട മഹാനാണ് സയ്യിദും തങ്ങളുമായ അലി സൈനുൽ ആബിദീൻ തങ്ങൾ. ആലോചിച്ച് നോക്കണേ, ഉമ്മയെ കരയിപ്പിച്ചിട്ടും കോടതി വരാന്തയിൽ നെഞ്ചത്തടിച്ച് കരഞ്ഞ് ബോധം കെട്ട് വീണാലും ഞാൻ എൻ്റെ കാമുകൻ്റെ കൂടെ പോവാണ് എന്ന് പറയുന്ന മക്കളെ, നിങ്ങളറിയണം, ജീവിതം അള്ളാഹു നിശ്ചയിച്ചു വെച്ച ചില നിയമങ്ങൾക്ക് അതീതമാകുമ്പോൾ അതിൻ്റെ സങ്കടവും അതിൻ്റെ പാപഭാരവും ഒരുപാട് കാലമെടുക്കും കഴുകിക്കളയാൻ. ചിലപ്പോൾ അത് കഴുകിക്കളയാൻ കഴിയണമെന്നില്ല. അവരെ വേദനിപ്പിക്കരുതേ എന്ന് പറയേണ്ടിടത്താണ് അവരോട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ക്രൂരതകൾക്ക് ഇന്ന് ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അത് ഡ്രഗ് അടിച്ചിട്ട് ബോധമില്ലാണ്ട് താൻ ആരാണെന്നറിയില്ല, മുമ്പിലിരിക്കുന്ന ഉമ്മയാണോ പെങ്ങളാണോ എന്നറിയില്ല, കഠാരകൾ കുത്തിയിറക്കി മാതാപിതാക്കൾക്ക് നേരെ പോലും ചോരക്കളി കളിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഭീതിതമായൊരു ലോകത്ത് നിന്നുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ മനോഹരമായ മൂല്യങ്ങളെ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവരെ ഉമ്മ വിളിച്ചു അബ്ദുല്ലാഹ്. ഉമ്മ വിളിച്ച ശബ്ദത്തെക്കാളും ഒരൽപ്പം കൂടിയ ശബ്ദത്തിൽ അതിന് മറുപടി കൊടുത്തു മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ഔൻ എന്നവർ. കുറച്ച് ദൂരെയായിരുന്നു. ഉമ്മ വിളിച്ചതിനേക്കാളും ഉച്ചത്തിൽ മറുപടി കൊടുത്തപ്പോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മൾക്ക് ഇത് കേൾക്കുമ്പോൾ, ഈ സംഭവം ഞാൻ പറയുമ്പോൾ
അതിന് മാത്രമൊക്കെ ഇപ്പൊ എന്തേ ഇവിടെ ഉണ്ടായത് എന്ന് ചോദിക്കും അല്ലേ? മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഔൻ എന്ന് പറയുന്ന ഫഖീഹായ പണ്ഡിതൻ ഒരു മുസ്ലിമച്ചായ ഒരു അടിമയെ വാങ്ങിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് വിട്ടയച്ചു. ഒരു വാഹനം വാങ്ങിക്കുന്നതിനേക്കാളും എക്സ്പെൻസീവാണ് അന്നൊരു അടിമയെ വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരടിമയെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു. എന്തിനെന്നറിയോ? ഉമ്മയോട് പറഞ്ഞ മറുപടി ഇച്ചിരി കൂടിപ്പോയോ, ശബ്ദം കൂടിയോ പടച്ചോനെ, അതെന്റെ ഉമ്മയോട് ചെയ്ത അദബുകേടാണോ, അത് പൊറുക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടാൻ വേണ്ടി ഒരു അടിമയെ വാങ്ങിച്ചു മോചിപ്പിച്ച മഹാനാണ് അബ്ദുല്ലാഹി ഇബ്നു ഔൻ റഹ്മത്തുള്ളാഹി തആല അലൈഹി. എന്ത് പറയുന്നത്? ഈ കടപ്പാടിന്റെ ആഴം എത്ര വലുതാണ്, ആ കടപ്പാടിന്റെ ബന്ധം എത്ര സുദൃഢമാവണം എന്ന് സൂചിപ്പിക്കാനാണ്. മഹാനായ ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി ഹൈവത്ത് ബിൻ ശുറൈഹ് റളിയല്ലാഹു അൻഹു മിൻ കിബാരിൽ ഉലമ, ആലിമീങ്ങളിലെ ഏറ്റവും വലിയ പ്രഗൽഭനായ ആലിമാണ്. ജനങ്ങൾക്ക് ഇൽമ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഉമ്മ വന്നിട്ട് പറയും, യാ ഹൈവത്ത് ബിൻ ശുറൈഹ് അൽഖി ശഈറ ലിദ്ദജാജ്, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റിട്ട് കൊടുക്കുമോനെ എന്ന് പറയും. ആലോചിച്ച് നോക്കി, ഉസ്താദ് ദർസ് നടത്തിയ പള്ളിയില് മുതഅല്ലിമീങ്ങൾ 100 മുതഅല്ലിമീങ്ങൾ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഉസ്താദ് വളരെ ഭവ്യതയോടുകൂടെ കിതാബ് ഓതി കൊടുക്കുമ്പോ വാതിൽക്ക വന്നിട്ട് ഉമ്മ പറയാ, ആരോട്? മുദരിസിനോട്. മുദരിസ് ഉമ്മാന്റെ മോനല്ലേ, മോനെ കോഴികൾക്ക് തീറ്റ എടുത്ത് കൊടുത്തിട്ടില്ല, ഇട്ട് കൊടുക്കട്ടോ എന്ന് പറയുമ്പോ കിതാബ് പൂട്ടിവെച്ച് കോഴിക്കുഞ്ഞുങ്ങൾക്ക് തീറ്റ കൊടുക്കാൻ ഇറങ്ങിപ്പോയിരുന്ന മഹാനാണ് ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി തആല അലൈഹി. ഞാൻ മുദരിസാന്ന് ഉമ്മാക്ക് അറിയില്ലേ, ഞാൻ ഇവിടുത്തെ കാതീരാന്ന് ഉമ്മാക്ക് അറിയില്ലേ? അവിടെ ഒന്നും ചോദ്യമല്ല. ഉമ്മാക്ക് മകനാണ്, ഉമ്മക്ക് മകനാണ്, അത് മതി. ഒരഹങ്കാരവും അവരോട് കാണിക്കരുത് എന്നല്ലേ ഖുർആൻ പറഞ്ഞത്? കുട്ടികൾ പറയും, മക്കളോട് പറയും, ഉമ്മമാര് മോനെ അങ്ങാടി പിടിച്ച് തക്കാളി കൊണ്ടുവാ, ഗസ്റ്റ് വരുന്നുണ്ട്, എന്തെങ്കിലും പാല് കൊണ്ടുവാ, എന്തെങ്കിലും മീറ്റ് വാങ്ങിച്ചിട്ട് വാ. പറയും, ഉമ്മ എനിക്ക് അസൈൻമെന്റ് ആണ്, വേറെ എവിടെയും പറഞ്ഞേക്ക്. അപ്പൊ അനുജനോട് ചോദിക്കും, ഇളയ മോനോട്, മോനെ നീ പോയി കൊണ്ടുവരോ, എനിക്ക് ഹോംവർക്ക് ഉണ്ട്. ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് അരമണിക്കൂർ സ്വന്തം ഉമ്മക്ക് വേണ്ടി ചെലവഴിച്ചത് കൊണ്ട് എന്ത് നഷ്ടമാണ് ഒരു കുഞ്ഞിന് വന്നിട്ടുള്ളത്? ആ ഒരു വാക്കനുസരിക്കാതിരുന്നതിന്റെ പേരിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ഏറെ കിട്ടിയിട്ടുണ്ട് മക്കളെ? ഞാൻ ചോദിക്കാം. സന്ദർഭവും നേരൊക്കെ നോക്കിയിട്ടല്ലേ മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടാവോ? നിസ്സാര കാരണം പറഞ്ഞ് എന്നെ കൊണ്ടാവില്ലെന്ന് പറയുമ്പോ നൂറുകണക്കിന് ആലിമീങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി അലൈഹി ദർസിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് കോഴിക്ക് തീറ്റിട്ട് കൊടുക്കൂ എന്ന് തന്റെ ഉമ്മ പറയുമ്പോ ആ ഉമ്മയെ അനുസരിക്കാൻ ഒരു മടിയുമില്ലാതെ എഴുന്നേറ്റ് പോകുന്ന ഹൈവത്ത് ബിൻ ശുറൈഹ് റഹ്മത്തുള്ളാഹി. ഇതാണ് ഇസ്ലാം. ഈ ലെഗസിയാണ് ഇസ്ലാമിന്റെ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ കൾച്ചർ, ഇതാണ് നമ്മുടെ വാല്യൂസ്. ഈ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയാണ് ഒരു മുസ്ലിം ചെയ്യേണ്ടത്. മറ്റു സംസ്കാരങ്ങൾക്കും നമ്മുടെ കൂടെയുള്ള നാനാവിധത്തിലുള്ള ജനങ്ങൾക്കും നമ്മൾ കൈമാറേണ്ടത് ഇതാണ്. മുസ്ലിമീങ്ങൾ വലിയൊരളവോളം മാതാപിതാക്കളെ നോക്കുന്നവരാണ്. ഞാനത് കുറച്ചു കാണുകയല്ല. വൃദ്ധസദനങ്ങളിൽ ഒരുപക്ഷെ മുസ്ലിം വീടുകളിലെ ഉമ്മമാരും ഉപ്പമാരും വളരെ കുറവായിരിക്കും. അതൊക്കെ നമ്മുടെ ദീനിന്റെ അറിവുകൾ പണ്ഡിതന്മാരും വാതിലും നമ്മുടെ മദ്രസയിലും ദർസിലുമൊക്കെ പഠിപ്പിച്ചു കൊടുത്തതിന്റെ ഫലമാണ്. അതുകൊണ്ട് ധാരാളം ഉപകാരങ്ങളുണ്ട്. എന്നാലും നമ്മുടെ പുതിയ തലമുറയിലെ മക്കളോട് ഒന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്നുകൂടെ മാതാപിതാക്കളോടുള്ള ബന്ധം ഒന്ന് സുദൃഢമാക്കണം. തൻ്റെ പ്രിയതമയോടോ തൻ്റെ കാമുകിയോടോ തൻ്റെ ഫ്രണ്ടിനോടോ തൻ്റെ കൂട്ടുകാരനോടോ കൂട്ടുകാരിയോടോ ഉള്ള സ്നേഹത്തെക്കാളും ആയിരക്കണക്കിന് മടങ്ങപ്പുറത്തുള്ള കടപ്പാട് എൻ്റെ ഉമ്മയോട് എൻ്റെ ഉപ്പയോട് എനിക്കുണ്ട് എന്ന് നമ്മുടെ മക്കൾ തിരിച്ചറിയണം. ഉർവത്ത് ബിൻ സുബൈർ റഹ്മത്തുള്ളാഹി തആല അലൈഹി താബിഇയാണ്. കാന യഖൂലു ഫീ സുജൂദിഹി, സുജൂദിൽ കിടക്കുമ്പോൾ സുന്നത്ത് നിസ്കരിക്കുന്ന സുജൂദിൽ മഹാൻ പറയുമായിരുന്നത്രേ,
اللهم اغفر للزبير بن العوام وأسماء بنت أبي بكر. അല്ലാഹുവേ, സുബൈർ ഇബ്നുൽ അവ്വാം എന്ന് പറയുന്ന ഹവാരിയു റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരിൽ ഏറ്റവും അടുത്തവർ. അസ്മാ ബിൻതി അബീ ബക്കറിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മോള് അസ്മാ ബീവിക്കും നീ പുറത്തു കൊടുക്കണമേ എന്ന് സുജൂദിൽ കിടക്കുമ്പോൾ ഉർവത്ത് ഇബ്നു സുബൈർ എന്നവർ ദുആ ചെയ്യുമായിരുന്നുവെന്ന് മഹാന്മാരായ താബിഉകൾ രേഖപ്പെടുത്തുകയാണ്. മഹാൻ സുജൂദിൽ കിടക്കുമ്പോൾ ആരായവർ രണ്ടുപേരും? ഒരാൾ വാപ്പയാണ്, മറ്റേത് ഉമ്മയാണ്. അസ്മാ ബീവിയുടെ മോനാണിത്, സുബൈർ ഇബ്നുൽ അവ്വാം തങ്ങളുടെ മോനാണിത്. അല്ലാഹുമ്മ ഗ്ഫിർ ലിസുബൈർ ഇബ്നുൽ അവ്വാം വഅസ്മാ ബിൻതി അബീ ബക്കറിൻ. നമ്മുടെ ദുആകളിൽ സുജൂദിൽ കിടക്കുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി, പേര് പറയാൻ കഴിയില്ലെങ്കിൽ എൻ്റെ പിതാവിന് പുറത്തു കൊടുക്കണേ. വഗ്ഫിർ ലിവാലിദതി, എൻ്റെ മാതാവിന് പുറത്തു കൊടുക്കണമേ. ആ ഒരു കൊച്ചു ദുആ എങ്കിലും നമ്മുടെ സുന്നത്ത് നിസ്കാരങ്ങളുടെ സുജൂദിലെങ്കിലും നമുക്ക് ദുആ ഇറക്കാം. അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദി, അല്ലാഹുമ്മ ഗ്ഫിർ ലിവാലിദതി. പടച്ചവനെ, എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണേ, എൻ്റെ ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ. മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്തിരുന്നു ഉർവത്ത് ഇബ്നു സുബൈർ എന്നവര് റളിയല്ലാഹു അൻഹു. ഹനഫി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഹനഫി മദ്ഹബിന്റെ അഭിപ്രായങ്ങൾ വരെ രൂപപ്പെടുന്നതിന് കാരണക്കാരനായ ശൈഖ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. അബൂ യൂസുഫ് തങ്ങൾ സുജൂദിൽ കിടക്കുമ്പോൾ ദുആ ഇറക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബവയ്യ വലി അബീ ഹനീഫ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ, അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ. സുന്നത്ത് നിസ്കാരത്തിൽ വരക്കാം, മലയാളത്തിൽ വരക്കാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അല്ലാഹുമ്മ ഗ്ഫിർ ലി വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾ, ഉമ്മ വാപ്പാന്ന് വേറിട്ട് പറയുന്നില്ലെങ്കിൽ വാലിദയ്യ, എൻ്റെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ. എൻ്റെ ഗുരുനാഥനും എൻ്റെ ഉസ്താദുമായ അബൂ ഹനീഫ തങ്ങൾക്കും പുറത്തു കൊടുക്കണമേ എന്ന് ദുആ ചെയ്യുന്ന അബൂ ഹനീഫ തങ്ങളുടെ ശിഷ്യനാണ് അബൂ യൂസുഫ് റഹിമഹുല്ലാഹ്. ഒക്കെ മാതൃകയാണ്. തുൽഖ് ഇബ്നു ഹബീബ് റഹ്മത്തുള്ളാഹി അലൈഹി യുഖബ്ബിലു റഅസ ഉമ്മിഹി, തൻ്റെ ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെക്കാതെ പോയിട്ടില്ല. വകാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി വഹിയ തഹ്തഹു ഇജ്ലാലൻ ലഹാ. രണ്ട് തട്ടുണ്ടായിരുന്ന വീട്ടിൽ, ഇത് പറയുമ്പോൾ ഇത് സാധ്യമാണോ എന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ അവകാശമുണ്ട് കേട്ടോ. ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? ഇന്നത്തെ കാലത്ത് ഇതൊക്കെ നടക്കുമോ? അതെനിക്കറിയില്ല. ഞാനൊരു ഇൽമ പറഞ്ഞുതരാം. മഹാനായ തുൽഖ് ഇബ്നു ഹബീബ് എന്നവർ, അവരുടെ വീടിന് താഴെ നിലയുണ്ട്, മീത നിലയുണ്ട്. കാന ലാ യംശി ഫൗഖ ളഹരി ബൈതിഹി, തൻ്റെ വീടിൻ്റെ താഴത്തെ നിലയിൽ ഉമ്മ ഇരിക്കുകയാണെങ്കിൽ ആ ഉമ്മ ഇരിക്കുന്ന റൂമിന്റെ മുകളിലൂടെ മഹാനായ തുൽഖ് തങ്ങൾ നടക്കാറില്ലായിരുന്നു. ഇജ്ലാലൻ ലഹാ, തൻ്റെ മാതാവിനോടുള്ള ബഹുമാനം കാരണം. അപ്പൊ അതങ്ങനെ ചെയ്യണം. മേലെ അപ്സ്റ്റേറിൽ കയറി കൂടെ ഉമ്മ താഴെ ഉണ്ടെങ്കിൽ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോഴത്തെ കാലമല്ലേ വെറുതെ ട്രോളുന്ന കാലം. മനുഷ്യന്മാർക്ക് തിരിയണമെന്നൊന്നുമില്ല, എന്തെങ്കിലും കളിയാക്കാൻ കിട്ടുമെന്ന നോക്കി നടക്കുന്നതാകെ. ഇതൊരു ദീനിന്റെ മാതൃകയാണ്. തുൽഖ് ഇബ്നു ഹബീബ് എന്ന് പറയുന്ന പ്രഗത്ഭനായ പണ്ഡിതൻ തൻ്റെ മാതാവ് താഴെ ഇരിക്കുമ്പോൾ ആ മാതാവ് ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തുകൂടെ നടന്നു പോകാറില്ല. കാരണം ഇജ്ലാലൻ ലഹാ, മാതാവിനോട് കാണിക്കുന്ന ബഹുമാനമായിരുന്നു അത്. മാതാവിൻ്റെ, നമ്മളൊക്കെ സലാം പറയുമ്പോഴേ നമ്മൾ മലയാളികൾക്ക് ചില ചര്യകൾ നമുക്ക് അഡാപ്റ്റ് ചെയ്യാനുണ്ട്. മാതാപിതാക്കൾക്ക് സലാം പറയുമ്പോൾ കൈമുത്തൽ സുന്നത്താണ്. തലമുത്തുക എന്ന് പറയും. തലമുത്ത നെറ്റിയിൽ മുത്തലാണ്. നമ്മൾ യാത്ര പോവുകയാണ്, മക്കൾ സ്കൂളിലേക്ക് പോവുകയാണ്, അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. ചെറിയ മക്കൾക്കത് ശീലിപ്പിക്കണം. നമ്മൾ വലിയ ആളുകളത് ചെയ്യണം. അതിന് മടി വിചാരിക്കരുത്. ഈ മസല വാപ്പി മക്കളും കേൾക്കണം, അപ്പോഴേ നടക്കുള്ളൂ. അതിപ്പോൾ ഇതുവരെ ഇല്ലാത്ത എന്താ മോനെ നിനക്ക് സംഭവിച്ചതെന്ന് ചോദിക്കും. പിന്നെ വാപ്പ അതൊക്കെ ചെയ്യേണ്ട കാര്യമാണെന്ന് എന്നാ പഠിച്ചത്? ചിലപ്പോൾ അങ്ങനെ പറയേണ്ടി വരും. കൈമുത്തുകയും നെറ്റിമുത്തുകയും ചെയ്യുന്നത് ഇസ്ലാമിൻ്റെ ഒരു സംസ്കാരമാണ്. അത് മഹാന്മാർ ചെയ്തിരുന്നതാണ്. നമുക്കത് തുടങ്ങിക്കൂടെ? നാട്ടിലുണ്ടോ കള്ളാർ? അങ്ങനെ ഉണ്ടെങ്കിൽ കടന്നു പോയിക്കോട്ടെ. ഇല്ലെങ്കിൽ അത് തുടങ്ങണം.
മടി ഉണ്ടാവോ? കുറവായി പോവോ? ക്ഷയമായി തോന്നുന്നുണ്ടാ? നമ്മുടെ മാതാപിതാക്കളോടല്ലേ, അവർക്കല്ലാതെ ആർക്കാണ് നമ്മൾ ഇത്രമേൽ സ്നേഹം കൊടുക്കാൻ അവകാശപ്പെട്ടത്? കൈമുത്തുന്നു, നെറ്റിയിൽ ഉമ്മ വെക്കുന്നു, എന്നിട്ട് സലാം പറഞ്ഞു പോവാ. മഹാനായ ത്വൽഖ് ഇബ്നു ഹബീബ് തങ്ങൾ കാന യുഖബ്ബിലു റഅസ ഉമ്മിഹി, ഉമ്മയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചിരുന്ന മഹാനാണ്. ആ ഉമ്മ താഴെ ഇരിക്കുമ്പോൾ വീടിന്റെ മീതലൂടെ നടന്നു പോകില്ല. എന്തുകൊണ്ട് നടക്കില്ല? ഇജ്ലാലല്ലഹാ,